ആവറേജ് BGM ഒക്കെ നൈസായിരുന്നു. വിജയ് ദേവരകൊണ്ടയും കൊള്ളായിരുന്നു. മൊത്തത്തിൽ ഒരു ആവറേജ് എക്സ്പീരിയൻസ്. അല്ല കുഴപ്പമില്ല, പടം ഇഷ്ടപ്പെട്ടു. നല്ലായിരുന്നു. നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വെങ്കി അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഒരാളല്ലേ, അപ്പം അതിനെ അഭിമാനിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് മേക്കിംഗ് അടിപൊളിയാണ്, നല്ലതാണ്. പിന്നെ വെങ്കിനെ കണ്ട സന്തോഷം, നമ്മുടെ ആളാണല്ലോ. രാജകീയ തിരിച്ചു വരവ് വിജയ് ദേവരകൊണ്ടയുടെ ഇത്രയും ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ് വേറെ ലെവൽ. അതായത് ഈ സിനിമയിൽ എവിടെ ഇടണമെമ്പോൾ എങ്ങനെ കയറ്റണമെന്ന് അനിരുദ്ധിനെ അറിയാം. അനി കത്തിച്ച് വിട്ടിട്ടുണ്ട്. ക്ലൈമാക്സിലെ ഒരു BGM എൻ്റെ ഓമോ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ എടുത്തു പറയാനുള്ളത് വില്ലൻ വെങ്കി ഇത്രയും പെർഫോം ചെയ്യുന്ന ആരും വിചാരിച്ചില്ല. പിന്നെ വേറെ ലെവൽ ഒരു രക്ഷയില്ല. കിടില സ്ക്രീൻ പ്രസൻസ്, മസ്റ്റ് വാച്ച് പടമാണ്. വൺ തിരിച്ചു വരാം, ഒന്നും പറയാം. കിടിലായിട്ടുണ്ട് സിനിമ, കിടിലായിട്ടുണ്ട്. വിജയ് ദേവരകൊണ്ടയുടെ കംബാക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാൻ പുള്ളിയുടെ ഒരു ഫാനാണ്. ആൻഡ് പുള്ളിയുടെ ആക്ഷൻ ആണെങ്കിലും ഇമോഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും കൊള്ളാം. BGM പിന്നെ പാട്ടുകളാണെങ്കിലും എല്ലാം കൊള്ളാം. നമ്മുടെ വില്ലൻ മലയാളിയാണ്. മലയാളി വില്ലൻ ആണെങ്കിലും കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ടിങ് എല്ലാം കൊള്ളാം, കിടിലായിട്ടുണ്ട്. നല്ല BGM, പടം കൊള്ളാം. സ്റ്റോറിയൊക്കെ നോർമലാണ് കേട്ടോ, പക്ഷേ BGM വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല സീനൊക്കെ നല്ല രീതിക്ക് എലവേറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് BGM. പക്ഷേ നല്ലൊരു മൂവിയായിരുന്നു. പിന്നെ നമ്മുടെ വിജയുടെ അഭിനയം, നമ്മുടെ മലയാളത്തിൻ്റെ വെങ്കി വില്ലനായിട്ടുള്ള അത്, പിന്നെ നമ്മുടെ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി പറയണം, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് മലയാളികളാണ്, ഗിരീഷും ജോമോനുമാണ് എൻ്റെ സിനിമാറ്റോഗ്രാഫി. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു, സെക്കൻഡ് ഹാഫ് ഒരുമാതിരിയിട്ട് ഇതാക്കി കളഞ്ഞു. വെങ്കടേഷ് കൊള്ളായിരുന്നു. വെങ്കടേഷ് വലിയ അടിപൊളിയായിരുന്നു. ഇത് ആ ഡയറക്ടറിൻ്റെ ജേഴ്സി കണ്ടാണ് വന്നത്, അതിൻ്റെ അത്ര ഇല്ല. ഇത് കൊള്ളാം, നല്ല പടം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നല്ല പടം. 2 പാർട്ടുണ്ട്. കൊള്ളായിരുന്നു. അനിരുദ്ധാണ് സിനിമയിലെ മെയിൻ താരം. അനിരുദ്ധ് തീയാക്കിയിട്ടുണ്ട്, കൊള്ളാം, നല്ല രസമുണ്ട്. ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് ഡയറക്ടർ എൻ്റെ ഒരു പറയുന്നത് കേട്ട് കാണുമായിരിക്കും. വിജയ് ദേവരകൊണ്ട കംബാക്ക് പടം തന്നെയാണ്. റെട്രോ പോലെ തന്നെ ഏകദേശം ആ പടം ആ ഒരു തന്നെ സീക്വൻസിന് എടുത്തേക്കണം അവർ. ഡയറക്ഷനൊക്കെ കൊള്ളായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ഗ്രിപ്പിങ് ആക്കായിരുന്നു. ക്ലൈമാക്സ് വളരെ മോശം. കൊള്ളാം. അനിരുദ്ധ കിട്ടില്ല. വെങ്കടേഷ് കൊള്ളാം. വെങ്കടേഷ് നല്ല പടം, നല്ല നായകൻ അടിപൊളി. ഇല്ലോജിക്കൽ, ഒരു ഇൻറ്റൻറ്റ് ഇല്ലാതെ ഉണ്ടാക്കിയൊരു സിനിമ. ഐ തിങ്ക് വിജയ് ദേവരകൊണ്ട ഷുഡ് അയാൾ സ്ക്രിപ്റ്റ് ഇനി നല്ല രീതിയിൽ ചൂസ് ചെയ്തില്ലെങ്കിൽ അയാളുടെ കരിയർ പോക്കാം. ഒരു ഇൻറ്റൻറ്റും ഇല്ല, ഒരു ലോജിക്കും ഇല്ല. കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ്. കൊള്ളാം. എടുത്തു പറയാൻ BGM ആണ് എടുത്തു പറയാനുള്ളത്. സിനിമയിൽ ഏറ്റവും സിനിമ കൊണ്ടുപോകുന്നത് തന്നെ BGMലാണ്. നമുക്ക് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. അങ്ങനെ എടുത്തു പറയാൻ വലിയ പടങ്ങളോ കാര്യങ്ങളൊന്നും അല്ല. അത്യാവശ്യം കൊള്ളാം. BGMലാണ് പടം മുന്നോട്ട് കൊണ്ടുപോകുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് BGM ആണ്. സെക്കൻഡ് ഹാഫ് ഫുള്ളും BGMൻ്റെ കളിയാണ്. നോർമലി ഒരു തെലുങ്ക് മറ്റേ ക്ലീശ പടമൊന്നുമല്ല, അത്യാവശ്യം കൊള്ളാത്ത പടമാണ്. കൊള്ളാം, നൈസ്, അടിപൊളിയാണ്. എടുത്ത് പറയാം, ഫസ്റ്റ് ഹാഫ് അടിപൊളി, സെക്കൻഡ് ഹാഫ് കുറച്ച് എഴുച്ചിലുണ്ട്. പിന്നെ നമ്മളെ വില്ലൻ, നമ്മളെ വെങ്കി, അത് കൊള്ളാം, അടിപൊളി പടം. ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ചെറിയൊരു ലാഗായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ ഓൾമോസ്റ്റ് ഓൾ ഓവർ മേക്ക് ഓവറൊക്കെ നോക്കുമ്പോഴേക്കും കൊള്ളാം, സൂപ്പർ പടം, നല്ല കാണാം, വർത്ത് ഫോർ മണി. വെങ്കടേഷിൻ്റെ നല്ലൊരു കംബാക്ക് തന്നെയായിരുന്നു കണ്ടത്. മാത്രമല്ല വിജയ് ദേവരകൊണ്ടയുടെ നല്ലൊരു അഭിനയം, അടിപൊളിയായിരുന്നു. എന്തായാലും അടിപൊളി. മേക്കിംഗ് നൈസായിരുന്നു. BGM അതിലും വേറെ ലെവൽ, വില്ലൻ വേറെ ലെവൽ. ചേട്ടാ നല്ല പടമായിരുന്നു. വിജയ് ദേവരകൊണ്ടൻ്റെ കംബാക്ക് എന്ന് പറയാം. ലൈഗറിനെ കാട്ടി റെട്രോ ഒക്കെ ഇങ്ങനെ എടുക്കാനുള്ളതായിരുന്നു. അത് അലമ്പുവാക്കി. ഇത് സെറ്റ്, ഇമോഷനുണ്ട്, ആക്ഷൻ ആവശ്യത്തിനുണ്ട്. ഒരു സെക്കൻഡ് പാർട്ടിൽ വരാം.